ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനുകൂലം കേട്ടിട്ടുണ്ട് വ്യത്യസ്തമായ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പം റിഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസാ ടൗൺ സിഗ്നലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളെ രണ്ടുപേരെ സൈറോ അക്കാദമി, ഉമ്മലസത്ത് സൈറോ അക്കാദമിയിലാക്കി. അപ്പോൾ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ ഇന്ന് മുതലാണ് വീണ്ടും ഫുട്ബോളിന് റീജോയിൻ ചെയ്തത്. അപ്പോൾ വളരെ മികച്ച പരിശീലനം നൽകുന്ന ഒരു അക്കാദമിയാണ് സൈറോ അക്കാദമി. അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് റിഫയിലേക്കാണ്. റിഫയിലേക്ക് വെറുതെ പോവുകയാണ്, ജസ്റ്റ് ഒരു ഡ്രൈവ്. അപ്പോൾ 1-2 മണിക്കൂർ നമുക്കൊരു ഫ്രീ ടൈം കിട്ടി. അപ്പോൾ ആ ടൈമിലേക്കൊന്ന് ജസ്റ്റ് പോവുകയാണ്. പോയിട്ട് റിഫ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ ഒരു ചായ കുടിക്കുക, തിരിച്ചു വരിക. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഞാൻ ഏകദേശം 900 സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി ആയി. അപ്പം ഈ മാസം കൊണ്ട് ഒരു 1K അടിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എനിക്ക് കടക്കാൻ പറ്റത്തുള്ളൂ, ആ കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് റിഫയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലോക്ക് റൗണ്ട് ബോട്ട്. അപ്പോൾ ഈ ക്ലോക്ക് റൗണ്ട് ബോട്ടിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ ഈ നാഷണൽ ഡേയും അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ഈ ക്ലോക്ക് റൗണ്ട് ബോട്ട് നല്ല ഫ്ലാഗ്, ഇവിടുത്തെ ഒരു നാഷണൽ ഫ്ലാഗിന്റെ കളറിൽ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ, ബഹറിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ആ സമയത്ത് ഈ ക്ലോക്ക് റൗണ്ട് ബോട്ട് സന്ദർശിക്കുവാനും ഇവിടുത്തെ ഈ മനോഹരതയൊക്കെ ആസ്വദിക്കാനൊക്കെ വരാറുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ന്യൂ ഇയർ അത്തരമൊരു വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷേഖ് ഫാമിലി അല്ലെങ്കിൽ റോയൽ കോർട്ടുമായിട്ട് അല്ലെങ്കിൽ റോയൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ്. അതുപോലെ ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വീഡിയോസോ അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാനുള്ള അനുമതിയില്ല. പോലീസ് നിരീക്ഷണത്തിലാണ് ഈ ഏരിയ മൊത്തം ഉള്ളത്. എന്തായാലും നമ്മൾ വീണ്ടും ക്ലോക്ക് റൗണ്ട് റോഡിലേക്ക് ചെന്നിട്ട് റൈറ്റ് എടുത്ത് നേരെ റിഫയിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ റിഫയുടെ മെയിൻ ഹൈവേയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തെന്ന് പറഞ്ഞാൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കോഫി ഷോപ്പുകളും ജുവലറികളും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസ് വ്യാപാരങ്ങളും ഫോണിൻ്റെ അക്സസറീസും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ഷോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോവുകയാണ്. മനാമയിലെ ഗുദേബയും അതുപോലെ തന്നെ ഊറയിലൊക്കെ പ്രവർത്തിക്കുന്ന കണക്കുള്ള ഒരുപാട് ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മളെ ഫുഡ് വേൾഡും അതുപോലെ തന്നെ പാനേഷ്യയുടെ ഒക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തവണ ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. ഇന്ന് ഒരു ചെറിയ റൈഡ് മാത്രമേ ഉള്ളൂ. കുട്ടികളെ നമ്മൾ സൈറോ അക്കാഡമിയിലാക്കി. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറുള്ള ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് റൈഡിന് വേണ്ടി മാത്രം വന്നതാണ്. പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു റൈഡ്, ഒരു ചായ കുടിക്കുക, തിരിച്ച് ഉമ്മലസത്തേക്ക് പോവുക. ഇത് മാത്രമാണ് ഇന്നത്തെ ഉദ്ദേശം. ആ പോകുന്ന സമയത്ത് ഈ റിഫയിലെ ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾക്ക് കാണിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇത്ര മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പാനേഷ്യയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അവിടെയൊക്കെ ചെറിയ കുറേ ഷോപ്പുകളിലേക്ക് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിച്ചതിന് ശേഷം നേരെ ഉമ്മലസത്തേക്ക് യാത്ര തിരിക്കും. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കുക. ഇത് ഫുഡ് വേൾഡാണ്. നമ്മൾ ഫുഡ് വേൾഡിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ചായയും കടിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പാനേഷ്യയുടെ ഒരു ടീ ഷോപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഈ ചെറിയ ജുവലറിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊന്ന് പോവാം.
വെളുത്തുള്ളി 2 ചായയാണ്. കടി എന്താ വേണ്ടേ? പഴം നിറച്ചതുണ്ട്, അടയുണ്ട്. നല്ല ചൂട് ചായയും പഴം നിറച്ചത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ റിഫേറുള്ള പാനേഷ്യയിലാണ്. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മളെ ഉമ്മലസത്തുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് സമാവർ ചായയും പഴം നിറച്ചത്. ഈ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഉമ്മലസത്തേക്കാണ് പോകുന്നത്. അതിനപ്പുറം ഇവിടെയൊക്കെ 2-3 ഷോപ്പിലേക്ക് നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഉമ്മലസത്തേക്ക് പോകും. അപ്പോൾ ഉമ്മലസത്തേക്ക് പോയിട്ട് നൈറ്റ് എവിടെയെങ്കിലും പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാം. റിപ്പയറുള്ള പാനേഷ്യ. ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ ഈ ജുവലറി ഷോപ്പുകളുണ്ട്. നമുക്ക് ഈ കുഞ്ഞ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഗോൾഡ് സിറ്റിയിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ചെറിയ ഷോപ്പുകളുണ്ട്. ഈ ആണിയോ അല്ലെങ്കിൽ ചെറിയ കമ്മലുകളോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കമ്മലുകളൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. ഈ മേക്കിംഗ് ചാർജൊക്കെ വളരെ കുറവാണ് ഈ ഏരിയയിലെ ഈ ജുവലറിയിലൊക്കെ പോകുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ റിഫയിൽ നിന്ന് ഉമ്മലസത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികൾ ഓൾറെഡി ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ കുട്ടി പുറത്തേക്കൊന്ന് പോകണം, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുക എന്നുള്ളൊരു ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനാണ്. 6 ദിവസം പിന്നെന്തുവാണ് ജോലി സംബന്ധമായ കാര്യങ്ങളും അതിലുള്ള തിരക്കൊക്കെ കാരണം പുറത്തേക്ക് പോകാനൊന്നും പറ്റത്തില്ല. കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും അവർക്കുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 7ാമത്തെ ദിവസം ഒന്ന് പുറത്തേക്ക് പോയി അവർക്ക് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ അല്ല അവരെ റൈഡിന് കൊണ്ടുപോവുകയോ ബീച്ചിലും പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി അവർക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്താണ് മനസ്സ് ഒരു മടിച്ചു പോവും. അത്രമാത്രം എന്താണ് ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒടുങ്ങുന്ന ഒരു ലൈഫല്ലേ അവരെ. അപ്പം നമ്മളെ നാട്ടിലെ കണക്കല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വൈകിട്ടത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു റിഫയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ആ റിഫേ സൂക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഈ വീഡിയോ കൂടെ കാണിച്ചത്. ആ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കണ്ടന്റുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഒരു സമയം നമുക്കില്ല. നമ്മളൊരു പ്രൊഫഷണൽ വ്ളോഗറോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമ്മളെ ഈ ലൈഫിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലൈഫിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പോകുന്ന ഹോട്ടലുകളെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകളൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. ഒരു നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും നേരുവാണ്.